വ്യത്യസ്തമായ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ചില ടെക്നിക്കുകൾ അറിഞ്ഞു വെച്ചാലോ, ചില പൊടിക്കൈകൾ എന്ന് പറയുന്നതായിരിക്കും സത്യം. ഒന്നാമത്തേത്, നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്ന ഒരു സമയത്ത് ആങ്കർ ആണ് നിങ്ങളുടെ ഇമോഷൻ, അതാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ നടത്തത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുക. ഗോ ഫോർ എ ബ്രിസ്ക് വാക്ക് എന്നൊക്കെ പറയും. അതായത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അവിടെ കൊണ്ടുവരിക. ഇനി നിങ്ങൾ ഭയങ്കരമായിട്ട് സാഡ് ആണ്, വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്കൊപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുക. നിങ്ങൾ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആയിട്ടിരിക്കുക, ഭയങ്കര ഉത്കണ്ഠയാണ് നിങ്ങളുടെ മനസ്സിലെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് ബ്രീത്തിങ് അങ്ങോട്ട് എടുക്കുക. ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഇൻഹേൽ ഫോർ 4 seconds, ഹോൾഡ് ഇറ്റ് ഫോർ 4 seconds, എക്സേൽ ഫോർ 4 seconds, അതുപോലെ തന്നെ വീണ്ടും പോസ് ആണ് 4 seconds. അതിനെയാണ് ബോക്സ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും അല്ല, നിങ്ങളുടെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ മനസ്സിൽ കിടക്കുന്നത് അത് മുഴുവൻ എഴുതുക. അപ്പോഴാണ് നമുക്കൊരു ബെറ്റർ ക്ലാരിറ്റി കിട്ടുന്നത്. ഇനി എംബാരസ്ഡ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്, കുറച്ചൊക്കെ ലജ്ജ നമുക്ക് വന്നിട്ടുണ്ട്, അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു ഫീൽ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ദിസ് വേ എന്നുള്ള രീതിയിൽ, അതായത് നമുക്ക് മെസ്സപ്പ് ആകാനുള്ള അവകാശമൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അല്ലാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അത് ഓക്കെയാണ്, അത് നോർമലൈസ് ചെയ്ത് നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങണം. അവിടെ തോട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റീഫ്രെയിം ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വരുന്ന ഇമോഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ക്വിക്ക് ഹാക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇമോഷണൽ കൺട്രോൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കിൽ നമ്മുടെ ലൈഫിൽ അത്ര തന്നെ വിജയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ.